Hi friends, welcome to SINDHU'S Curry World. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചോക്ലേറ്റ് മൂസ് ആണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാണ്. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു 1/2 ലിറ്റർ പാൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഒരു 1/4 കപ്പ് കൊക്കോ പൗഡർ കൊടുക്കുന്നുണ്ട്. ഒരു 1/2 കപ്പ് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ഈ പഞ്ചസാര അലിയുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മളുടെ മിക്സ് നല്ലതുപോലെ ഇളകിയിട്ടുണ്ട്. ഞാൻ അതൊരു ഗ്യാസ് നമുക്ക് വെച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്യാം കേട്ടോ. ഇനി ഇതൊന്ന് നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. വിസ്ക് കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ കൊണ്ടോ എന്തുണ്ടെങ്കിലും നല്ലതുപോലെ ഇളക്കണം, അല്ലെങ്കിൽ അത് അടിച്ചു പിടിക്കും. നല്ലതുപോലെ ഇളക്കി ഒന്ന് കുറുക്കിയെടുക്കാം. നമുക്കിതിലേക്ക് നല്ല ശരിക്കും ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ വരണമെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും കൂടി ഇതിൽ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ കിട്ടും കേട്ടോ. അല്ലെങ്കിൽ ആ കൊക്കോ പൗഡറിൻ്റെ അത്രയും നമുക്ക് ചോക്ലേറ്റിൻ്റെ കടയിൽ നിന്ന് മേടിക്കുന്ന ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ കിട്ടില്ല. ഇത് കിട്ടണമെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഇട്ടാൽ മതി. കോഫി പൗഡർ ഇട്ടാൽ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇട്ടാൽ മതി കേട്ടോ. നമ്മളുടെ ഈ മിക്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പം അതിൻ്റെ പരുവ് അറിയണമെങ്കിൽ നമ്മൾ ഒന്ന് സ്പൂണിൻ്റെ ബാക്ക് വശം ഇതിലൊന്ന് മുക്കിയിട്ട് ഇതേ ഇനി നിൽക്കും, കൂടുന്നില്ല. ഈ പരുവത്തിലെത്തിയാൽ നമുക്കിത് നിർത്താം. എന്നിട്ടൊന്ന് ഇളക്കി ചൂടാറ്റാം, ചൂട് ആറാനായിട്ട് വെക്കാനായിട്ട്. അപ്പോൾ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള നോട്ടിഫിക്കേഷനോട് എനേബിൾ ചെയ്തോളൂ കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ മിക്സ് ഇവിടെ നിർത്തുകയാണ്. ഇനി നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് ചൂടാറിയിട്ട് അടുത്ത പരിപാടി ചെയ്യും. അപ്പോൾ നമ്മളുടെ മിക്സ് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിവിടെ 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ്, അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ഒരു കാർക്ക് വാനിലയുടെ എസൻസ് ഒഴിക്കുന്നുണ്ട് കേട്ടോ. അത് ഇതിലൊഴിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചോക്ലേറ്റ് കൊക്കോന്റെ മിക്സ് ഉണ്ടാക്കിയപ്പോൾ അതിലേക്ക് ഒഴിക്കാം. ഇതിൽ വേണമെങ്കിൽ ഒഴിച്ചിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് കാണിച്ചാൽ മതി. അപ്പോൾ നമ്മളുടെ ചോക്ലേറ്റ് നമ്മൾ കൊക്കോ പൗഡറിന്റെ മിക്സ് ചൂടാറി ഫ്രിഡ്ജിൽ തണുക്കാൻ വെച്ചിരുന്നു. ഇനി അത് നമുക്ക് ഇതിലേക്ക് കുറേശ്ശായിട്ട് ചേർത്തിട്ടെടുക്കാം. ചോക്ലേറ്റ് മൂസ് തയ്യാറാക്കുന്നത് ചോക്ലേറ്റ് ഇല്ലാണ്ടാണ് കേട്ടോ. ചോക്ലേറ്റ് ഇല്ലാതെ കൊക്കോ പൗഡർ വെച്ചിട്ടാണ് ചോക്ലേറ്റ് മൂസ് തയ്യാറാക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട്. 1 മിനിറ്റ് കൂടെ അതൊന്ന് ബീറ്റ് ചെയ്യണം കേട്ടോ. ഇനി നമുക്കിത് ഓരോ സെർവിങ് ബൗളിലായിട്ട് സെറ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഇത് ഇങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ ഒരു 2 മണിക്കൂറും കൂടെ വെക്കണം കേട്ടോ. അപ്പോഴാണ് നല്ല ടേസ്റ്റി ചോക്ലേറ്റ് മൂസ് ആയിട്ട് കിട്ടുക. ചോക്ലേറ്റ് ഇല്ലാതെ നമുക്ക് ചോക്ലേറ്റ് മൂസ് ഉണ്ടാക്കാം. ഇത് ഓരോന്നിലേക്ക് ഇതേപോലെ സെർവ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് മൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മീതെ നമുക്കൊന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഒന്നല്ലെങ്കിൽ ചോക്ലേറ്റിൻ്റെ തന്നെ പീസ് എടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഓറിയോ ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചിട്ടാൽ മതി. അല്ലെങ്കിൽ ഡെക്കറേറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളൂ. ചോക്ലേറ്റ് ഇല്ലാതെ ചോക്ലേറ്റ് മൂസ് നമുക്ക് തയ്യാറാക്കുന്ന വിധമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തോളൂ. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.